പോസിറ്റീവാണ്. എക്സ്പെക്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇതിങ്ങനെ പോസിറ്റീവായിട്ട് കാണുമ്പോൾ എന്തോ സങ്കടമാണോ സന്തോഷമാണോ എന്താ തിരിച്ചറിയാൻ പറ്റണില്ല. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഏട്ടൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ചിത്രം വര സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോട്ട് പാഡിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഏട്ടൻ ഞാൻ വരച്ച കുറേ പിക്ചേഴ്സ് കണ്ടു. പിന്നെ ഏട്ടൻ കാണാതെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അത് ഈ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പിക്ചറുണ്ട്. അപ്പോൾ അത് ആ ഒരു പിക്ചർ ഏട്ടൻ തുറക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിനി ഏട്ടൻ്റെ റിയാക്ഷൻ കൂടെ ഒന്ന് നോക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും റിയാലിറ്റിയിലോട്ടൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വരച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ പകുതിയും ഏട്ടൻ കണ്ട സാധനങ്ങൾ തന്നെയാണ്. കാണാത്ത പിക്ചർ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് പ്രഗ്നൻസി റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഇതാണ്. അപ്പോൾ ഇതേട്ടൻ ഈ ഒരു പേജ് മറിക്കുന്ന സമയത്ത് നമ്മുടെ ആ പോസിറ്റീവ് റിസൾട്ടുള്ള ആ ഒരു കിറ്റ് ഇവിടെ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനൊരു പിക്ചർ കാണുമ്പോൾ എന്തായാലും ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു സാധനം കൂടെ കാണുമ്പോൾ എന്താണ് റിയാക്ഷൻ നോക്കാം. അപ്പോൾ ഞാൻ ഏട്ടനോട് ചെറിയൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഹലോ. അപ്പോൾ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിത്രം വരെയാണ് പണി. അപ്പോൾ കുറച്ച് പിക്ചേഴ്സൊക്കെ ഏട്ടൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഏട്ടൻ അറിയാതെ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ജെന്യൂനായിട്ടുള്ള റിയാക്ഷൻ ഇട്ടാൽ മതി. വീഡിയോ എടുക്കൊണ്ട് വേറൊന്നും പറയണ്ട, നോർമലായിട്ട്. എന്നാലും ഫസ്റ്റ് തൊട്ട് വെറുതെ നോക്കിക്കോ. ഫസ്റ്റത്തെ എൻ്റെ ഇതാണ് കേട്ടോ. അല്ല കേട്ടോ, പറയണം ഓരോ പിക്ചർ കാണുമ്പോഴും. അത് അറിയാം. എന്നാലും ഇത് ഫസ്റ്റ് മെഹന്തി ഈ ഒരു സാധനം വരച്ചപ്പോഴാണ് ഞാൻ അവളോട് പറഞ്ഞത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞതാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പിക്ചറായിരുന്നു അവളുടെ. കാരണം ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അവളിപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ ഇത്ര നന്നായി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞതേപോലെ വെറുതെ ഇരിക്കണം, അവൾക്ക് ബോറടിക്കാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അവൾ വീട്ടിലിരിക്കുമ്പോൾ അവൾക്ക് ബോറടിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ചെയ്താണ്. സൈക്കിളൊക്കെ പറ്റി ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന പാടത്തിൻ്റെതാണ്. മൈക്കിൾ ചേട്ടാ സൈക്കിൾ വേണം. ഇത് ഞാൻ ആദ്യം ഗ്ലാസ് എന്ന് ചോദിച്ചാൽ ഇതിൽ 2 മുഖം കേട്ടോ. നോക്കിയത് കണ്ടാ. എസ്തെറ്റിക് ഇതൊക്കെ ഏട്ടൻ കണ്ടതാണ്. ഇതൊക്കെ കണ്ടതാ. ഇതും കണ്ടതാട്ടോ. ഇതും അവൾക്ക് ഈ പേസ്റ്റൽ കളേഴ്സ് കൂടുതൽ ഇഷ്ടം. അതായത് സാധാ നോർമൽ കളേഴ്സിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സാണ് കൂടുതൽ ഇഷ്ടം. ഇതെപ്പോഴും ടെസ്റ്റ് ചെയ്ത് എവിടുന്ന് വാങ്ങിയത്? ഒപ്പിച്ചു. പറ, ഇതൊന്നും ഉണ്ടാകത്ത്. ഫോട്ടോ വരച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ താഴെ കിടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചെടുത്ത്. രണ്ടവണ ടെസ്റ്റ് ചെയ്തു. രണ്ടിലും എന്താണ് ഇപ്പൊ ഒന്നും മിണ്ടാനില്ല, കുട്ടി മിണ്ടുന്നില്ല. എന്താ എനിക്കെന്തിന് സർപ്രൈസ്? പിന്നെ ആർക്കതറിണ്ട് ഞാൻ പറയാനുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മളൊന്നാമത് പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഏട്ടൻ കിറ്റ് മേടിച്ച് എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ഒരു ഇതുണ്ടാവില്ല തോന്നി. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മേടിക്കുന്നതിന് മുന്നേ പിക്ചറൊക്കെ വരച്ച് വെച്ചു. കാരണം ഇതിങ്ങനെ ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പിക്ചേഴ്സ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കാണാതെ ബുക്കൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇടയ്ക്ക് എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ എടുത്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓരോ നോണയൊക്കെ പറഞ്ഞ് ഈ ബുക്ക് കൊണ്ടുവന്നതാ. തുറക്കാനൊന്നും സമ്മതിച്ചില്ല. ഞാൻ കോളേജിലേക്ക് പോയിട്ടാണ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. അപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ കോളേജിലേക്ക് പോകുന്നൊരു കാര്യം, സർട്ടിഫിക്കറ്റ് കിട്ടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് പോകണം എന്നുള്ളതിൻ്റെ മെയിൻ പർപ്പസ് ഇത് മേടിക്കാനായിരുന്നു. പോസിറ്റീവ് അല്ലേ? പിക്ചർ രസമുണ്ടോ? എന്താ തോന്നി? ഇതുവരെ ഇതിൻ്റെ പിന്നിൽ ഇതുവരെ ആൾറെഡി എനിക്ക് കാണിച്ചു തന്നിരുന്ന പിക്ചേഴ്സ് ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ അപ്പുറം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണിച്ചു തന്ന പിക്ചർ അടിപൊളി പിക്ചറാണ്. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് ഇനി ഒരു പുതിയൊരാൾ വരാൻ പോവാ കേട്ടോ. വീഡിയോ കട്ടാക്കി ഇപ്പോഴും റിയാലിറ്റിക്ക് വരണേ. എന്താ റിയാലിറ്റി വരാതെ? അറിയില്ല. റിയാലിറ്റി വരാതെ ഞാൻ വരാൻ പോവാണ്. ഞാൻ എടുത്തിട്ടാ ഒന്ന് ജസ്റ്റ് ഒരു ലാബിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലാബിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് അറിയിക്കാം.